ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ പുള്ളിക്ക് മാത്രം മലയാളം അത്ര നോ പ്രോബ്ലം. ഓക്കെ. സോ ഇന്നത്തെ നമ്മുടെ മീറ്റിംഗ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മള് ഇപ്പം നമ്മുടെ കമ്പനിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണല്ലോ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് ഇപ്പോഴത്തെ കട്ടിങ് എഡ്ജ് ആയിട്ടുള്ള, ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10-15 വർഷമായിട്ട് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രി മൊത്തം റാപ്പിഡ്ലി അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തഡോളജിയാണ് അജൈൽ മെത്തഡോളജി എന്ന്. അതായത് നമ്മൾ അജൈൽ വെച്ച് നമ്മൾ എങ്ങനെ ഒരു പ്രൊജക്ട് സോൾവ് ചെയ്യാം, ആ അജൈലിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് അഷ്വർ ഡെവോപ്സ് എന്ന് പറയുന്നത്. അതെങ്ങനെ നമുക്ക് കാണാം എന്നുള്ള കാര്യങ്ങളാണ് ഈ മീറ്റിംഗിൽ നമ്മൾ ബേസിക്കലി കവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ അജൈലിനെ പറ്റി ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. നമ്മൾ ബേസിക്കലി ഒരു 10-15 വർഷം മുമ്പ് ഒരു കമ്പനിയിലേക്ക് ഒരു പ്രൊജക്ട് വരുവാണ് സംഭവം. ഒരു 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 ബാങ്കിങ് ആപ്പ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റ് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ഒരു 2 മാസം അതിനെപ്പറ്റി ചർച്ച ചെയ്ത് കുറച്ച് റിക്വയർമെന്റ് ഉണ്ടാവും. പിന്നീട് അത് കഴിഞ്ഞ് ഒരു ഡിസൈൻ ടീം വരുന്നു. ആ ഡിസൈൻ ടീമിന് റിക്വയർമെന്റ് കൊടുക്കുന്നു. അവർ വീണ്ടും ഒരു 3 മാസത്തോടെ എടുത്ത് ഒരു ഡിസൈൻ ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഒരു ഡെവലപ്മെന്റ് ടീം വരുന്നു. അവരും ഒരു 5-6 മാസം എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് റിലീസ് ചെയ്യും. അപ്പൊ ഒരു ക്ലയന്റിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ 1.5 വർഷത്തോളം വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇതുവരെയുള്ള ഒരു കാര്യം. അപ്പൊ ഇതിനെയാണ് നമ്മൾ വാട്ടർഫോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു വാട്ടർഫോൾ പോലെ നമ്മൾ ആദ്യം നമ്മുടെ റിക്വയർമെന്റ് കളക്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ക്ലയന്റിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നത്, എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്നത്, എന്താണ് സോഫ്റ്റ്വെയർ എന്നുള്ളതിനെ പറ്റി. അപ്പൊ അവിടെയാണ് നമ്മുടെ അജൈൽ എന്ന് പറഞ്ഞ ഒരു സംഭവം. അജൈലിന്റെ വേർഡ് മീനിങ് തന്നെ റാപ്പിഡ്, ക്വിക്ക് എന്നുള്ള ഒരു സംഭവമാണ്. അജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ ചെറിയ ചെറിയ സെഗ്മെന്റിലും ഈ ക്ലയന്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് ഒരു രീതിയാണ് അജൈൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. സോ ഈ പറയുന്ന ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ നോക്കുക, നമ്മളിപ്പോ ഒരു സാമ്പാറോ വല്ലതും ഉണ്ടാക്കുകയാണ്. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ ഒരു റെസിപ്പി നമുക്ക് തരും. ഓക്കെ, ഇത്ര കഷ്ണങ്ങൾ വേണം, ഇത്ര പൊടികള്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ആദ്യത്തെ ഈ വാട്ടർഫോൾ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെസിപ്പി നേരെ നമ്മൾ ഫോളോ ചെയ്യുന്നു. നമ്മൾ ഒന്നും ഇതിന്റെ ഇടയിൽ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം നമുക്ക് ഈ പറഞ്ഞ ഒരു സാമ്പാർ കിട്ടുന്നു. പിന്നെ നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നു, ഇത് നമ്മൾ രുചിച്ച് നോക്കും. പക്ഷെ അജൈൽ വഴിയാണെങ്കിൽ നമ്മൾ ആദ്യം കഷ്ണം ഇടുന്നു, പിന്നെ നമ്മൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു അതിന്റെ അകത്ത് എങ്ങനെയുണ്ട്. ഇപ്പൊ അഡീഷണൽ കുറച്ചുകൂടെ പൊടി ഇടണമെങ്കിൽ പൊടി ഇടാം. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ നോക്കി നോക്കി ഇടയിൽ നോക്കി നോക്കി മൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അജൈൽ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോ ഓൾറെഡി തിയറിറ്റിക്കലി ഉള്ള ഒരു സംഭവം പറഞ്ഞു. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന ഒരു പുതിയൊരു പ്രൊജക്ട് കിട്ടുമ്പോൾ 1.5 വർഷക്കാലത്തോളം ക്ലയന്റിന് ഒന്നും അറിയില്ല. അപ്പം നമുക്ക് അജൈൽ എന്ന് പറയുന്ന ഒരു മെത്തഡോളജി ഇംപ്ലിമെന്റ് ചെയ്യണം. അത് എങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാം എന്നുള്ള ഒരു സ്റ്റെപ്പാണ് പിന്നീട് അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ട കാര്യം. അപ്പൊ ഈ അജൈൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻസ് ഇതിന്റെ അകത്ത് ഓൾറെഡി ടെക് വേൾഡിനകത്ത് ഉണ്ട് ഓൾറെഡി. അപ്പൊ അതിലൊന്നാണ് ഈ സ്ക്രം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ള എക്സ്ട്രീം പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ക്യാൻബൻ ബോർഡ് എന്ന് പറയുന്നുണ്ട്, അത് കുറച്ച് നമ്മൾ ഇതിന്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ലീൻ മെത്തഡോളജി എന്ന് പറയുന്ന പല പല സംഭവങ്ങളുണ്ട്. അപ്പൊ ബേസിക്കലി നമുക്കുള്ള ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള പല സ്റ്റെപ്പുകളും ഓൾറെഡി പല പല വലിയ വലിയ കമ്പനികളിലൊക്കെ ഇത് ഓൾറെഡി ഉപയോഗിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എക്സ്ട്രീം പ്രോഗ്രാമിങ്ങിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ മൊത്തം ടീമിനെ എടുത്തിട്ട് ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ 2 പേരെ ഈ എക്സ്ട്രീം പ്രോഗ്രാമിംഗ്. അപ്പൊ ഇവർ 2 പേരുടെ കൂടിയായിരിക്കും ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യും. അങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള പല പല സംഭവങ്ങളും ഈ അജൈൽ ഇംപ്ലിമെന്റേഷനകത്തുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് ഈ സ്ക്രം എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഇനി ഈ സ്ക്രം നമുക്ക് എങ്ങനെ, ഈ സ്ക്രം എന്ന് പറയുന്ന വേർഡ്, ഇപ്പൊ സ്ക്രം മാസ്റ്റർ എന്നൊക്കെ നിങ്ങൾ ഏതായാലും കേട്ട് കാണുമല്ലോ. അതായത് ഒരു അജൈലിന്റെ ഒരു മെത്തഡോളജിയാണ്, ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഈ സ്ക്രം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് എങ്ങനെ ഈ സ്ക്രം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് നമുക്ക് ഈ പ്രൊജക്ട് മാനേജ്മെന്റ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ഈ ടീമിനെ എല്ലാം വിളിച്ചു കൂട്ടും. നമുക്ക് ഈ പ്രൊജക്ടിനകത്തുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ റോൾസ് ഡിഫൈൻ ചെയ്യും. ഫസ്റ്റ് ഇപ്പൊ നമ്മൾ പറയാം, ഓക്കെ, നീയാണ് ഈ ടീമിലെ പ്രൊഡക്റ്റ് ഓണർ. ബേസിക്കലി ഇത് എന്റെ കാര്യം വരുവാണ്, എന്റെ മാനേജർ ഷിബിൻ എന്ന് പറയുന്ന ആളാണ്, പുള്ളിയാണ് പ്രൊഡക്റ്റ് ഓണർ. ഇപ്പൊ നമുക്ക് നിങ്ങളുടെ ടീമിനകത്താണെങ്കിൽ എബിൻ സാർ ഉണ്ട്, പിന്നെ ഷിബിൻ, ഐ മീൻ അനീഷ ഉണ്ട്,
പുള്ളിക്കാരനുണ്ട്, എല്ലാം എല്ലാവരും അങ്ങനെ ഒരു ഓരോ റോള് പ്ലേ ചെയ്യുന്ന ഒരു ഇതാണല്ലോ സംഭവം. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ നമ്മൾ ഈ ടീമിനെ എല്ലാം വിളിച്ചു കൂട്ടുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ അകത്ത് ഒരു പ്രൊഡക്റ്റ് ഓണറെ വെക്കുന്നു, പിന്നെ അടുത്ത ഒരാളായിട്ട് ഒരു സ്ക്രം മാസ്റ്ററെ വെക്കുന്നു, പിന്നെ ഒരു ഡെവലപ്മെന്റ് ടീമിനെ വെക്കുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞത്, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾ തന്നെ നെക്സ്റ്റ് നമ്മൾ ഇത് അജൈല് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, അപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ആലോചിക്കുക, ഞാൻ ഇതിന്റെ അകത്ത് ഏത് റോള് പ്ലേ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് സ്വയം ഒരു ബോധ്യം വേണം. നമ്മൾ ഈ കമ്പനിയിൽ ഒരു ജോലി ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ ഈ മെത്തഡോളജിയിൽ ആരാണെന്നുള്ള ഒരു കാര്യം ഫസ്റ്റ് നമുക്ക് അറിയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അത് സത്യം പറഞ്ഞാൽ നമ്മളെ അത് ലിമിറ്റ് ചെയ്യാൻ കൂടി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഇതിന്റെ അത് ചെയ്യുന്ന സംഭവം, നമ്മുടെ റോൾ എന്താണോ അത് ചെയ്യും. ഈ റോൾസിനെ പറ്റി ഞാൻ നമ്മള് ഈ ഒറിജിനൽ ഡെവോപ്സ് വരുമ്പം ഞാൻ കാണിക്കാം. അടുത്തതാണ് സ്ക്രം ഈവന്റ്സ് എന്ന് പറയുന്ന സംഭവം. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റോൾസ് എല്ലാം ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഞാൻ പറയുവാണ്, അതായത് ഈ സ്പ്രിന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഐട്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും പോകാനുള്ള ഒരു മെത്തേഡാണ് ഈ അജൈൽ മെത്തഡോളജി എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതിനെ ഞാൻ കഷ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഒരു കഷ്ണം, ഒരു ടൈം ബോക്സിനാണ് നമ്മൾ സ്പ്രിന്റ് എന്ന് പറയുന്നത്. ഒരു സ്പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും സ്പ്രിന്റ് ആയിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യും. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, സംഭവം നിങ്ങളൊരു പ്രൊജക്ട് ചെയ്യാൻ പറയും. അപ്പോഴത്തേക്കും നിങ്ങൾ ആലോചിക്കുക, അത് ഈ സ്പ്രിന്റിലുള്ള കാര്യമാണെങ്കിൽ മാത്രം നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി സംഭവം. ഇപ്പൊ അടുത്ത സ്പ്രിന്റിലാണെങ്കിൽ അടുത്ത സ്പ്രിന്റ് വരുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കും. ഇനി മുമ്പത്തെ സ്പ്രിന്റ് ആണെങ്കിൽ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അതിനെപ്പറ്റി ഡീൽ ചെയ്തോളൂ സംഭവം എന്ന് പറയും. അപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് സ്പ്രിന്റിലാണ് നിങ്ങൾ ബേസിക്കലി ഓരോ സ്പ്രിന്റിനും ഓരോ പേര് കൊടുക്കാറുണ്ട് സാധാരണ. അപ്പൊ നിങ്ങൾ ഏത് സ്പ്രിന്റിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതിനെപ്പറ്റി മാത്രം ആലോചിച്ചാൽ മതി. അതാണ് സ്പ്രിന്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരു സ്പ്രിന്റ് എടുത്തു, ഇനി ഇതിന്റെ അകത്ത് എഴുതി വെച്ചേക്കുന്ന കുറെ മീറ്റിംഗ്സ് ആണ് സംഭവം. നമ്മൾ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റിംഗ്സ് ഒന്നും ഇതിന്റെ അകത്ത് നടത്തില്ല. നമ്മൾ അജൈല് അഡാപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത ഒരു മീറ്റിംഗ് ഉണ്ട്. അതിന്റെ അകത്തുള്ള ഫസ്റ്റ് മീറ്റിംഗ് ആണ് സ്പ്രിന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാല് ഒരു 2 ആഴ്ചയുള്ള ഒരു സെഗ്മെന്റ് ആക്കി എടുത്ത് സ്പ്രിന്റിനെ മാറ്റി. ആ സ്പ്രിന്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, സ്പ്രിന്റ് പ്ലാനിംഗ് എന്ന്. അതൊരു സ്ക്രം മാസ്റ്റർ, അതായത് ഈ ടീമിന്റെ സ്ക്രം മാസ്റ്റർ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു യൂസർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ടാസ്കുകൾ എന്ന് പറഞ്ഞു എല്ലാ ടീമിനെയും വിളിച്ചിരുത്തി, നമുക്ക് ഈ സ്പ്രിന്റ് എന്ന് പറഞ്ഞ ഈ 4 ആഴ്ചയാണ്, ഈ പറയുന്ന ഇത്രയും ടാസ്കുകളാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഡിസ്കസ് ചെയ്യും, ഓക്കെ ഇത് ഈ 2 ആഴ്ച കൊണ്ട് തീരുന്ന സംഭവമല്ല, അപ്പൊ അതുകൊണ്ട് അടുത്ത സ്പ്രിന്റിലേക്ക് മാറ്റി വെക്കണമെന്ന് ചിലപ്പോൾ പറയും, അല്ലെങ്കിൽ ഇത് നമുക്ക് ഓൾറെഡി ക്രാക്ക് ചെയ്യാന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു മീറ്റിംഗിനാണ് സ്പ്രിന്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അജൈൽ അഡാപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഈ പറയുന്ന ഇവന്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരും. അടുത്ത മീറ്റിംഗ് ആണ് ഡെയിലി സ്റ്റാൻഡപ്പ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി എല്ലാ ദിവസവും രാവിലെ ഒരു ടൈം നിങ്ങൾ ഓരോ ടീമിൽ നിങ്ങൾ തന്നെ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് ഡെയിലി സ്ക്രം മീറ്റിംഗ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സ്റ്റാൻഡപ്പ് മീറ്റിംഗ് ആണ്. അതിന്റെ അകത്ത് നിങ്ങൾ ടീമിനകത്ത് ആകെ മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 3 ഉത്തരം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. അതായത് ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ബ്ലോക്കേഴ്സ് ഉണ്ടോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ഈ മീറ്റിംഗിൽ സംസാരിച്ചാൽ സംഭവം. അതിൽ കൂടുതൽ ആരും നിങ്ങളിൽ നിന്ന് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഡെയിലി സ്റ്റാൻഡപ്പിനകത്ത്. ബേസിക്കലി ഒരു 15 മിനിറ്റത്തെ ഒരു മീഡിയം സൈസ് ടീം ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന ഡെയിലി സ്റ്റാൻഡപ്പ് തീരും സംഭവം എന്ന് പറയും. അപ്പൊ ഈ എക്സാക്ട് മീറ്റിംഗിൽ ഈ ഒരു കാര്യം മാത്രം സംസാരിച്ചാൽ. ഇനി അടുത്തൊരു മീറ്റിംഗ് ആണ് സ്പ്രിന്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാക്ട് ആയിട്ട് ഒരു അജൈൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നെങ്കിൽ ഞാൻ ആദ്യം ഇവിടെ വരുമ്പോൾ മഷക്ക് പ്രൊജക്ടിനകത്താണ് ചെയ്തുകൊണ്ട്, അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ ഓൺ ദ പോയിന്റ് വൈസ് ഈ അജൈൽ ഇംപ്ലിമെന്റ് ചെയ്തേക്കും. അതൊരു ഹ്യൂജ് കമ്പനി മഷക്ക് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാരുണ്ട്, 10-200-10-30ഓളം ഡിപ്പാർട്ട്മെന്റ് അത് ഇതുണ്ട്. ഇതിലെല്ലാവരും ഒരേ ക്ലോക്ക് വർക്ക് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓൾറെഡി എന്റെ കാലണ്ടർ എടുത്തു കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോൾ ഈ മീറ്റിംഗ്, 3 ആഴ്ച കഴിയുമ്പോൾ ഈ മീറ്റിംഗ്, ഡെയിലി സ്റ്റാൻഡപ്പ്, ഇതെല്ലാം എനിക്ക് നോക്കുമ്പോൾ ഞാൻ ടോട്ടൽ 1 വർഷത്തോളം ആ പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കയറിയപ്പോൾ മുതൽ 1 വർഷം ഫ്രണ്ടിലേക്ക് കാലണ്ടർ ഓടിച്ചു കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് എല്ലാം അവിടെ ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം വൺസ് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മീറ്റിംഗ് നിങ്ങളുടെ കാലണ്ടറിലും കിടപ്പുണ്ട്. സ്പ്രിന്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി സ്പ്രിന്റ്, ഒരു സ്പ്രിന്റ് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ കൂടി എന്ന് പറയാം, ഓക്കെ ഇന്ന കാര്യങ്ങൾ, യൂസർ സ്റ്റോറീസ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം യൂസർ സ്റ്റോറി എന്താന്ന്, ഇന്ന ടാസ്കുകൾ തീർന്നു, ഇന്നത് ബാക്കിയുണ്ട് എന്നുള്ള കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ ഈ ഒറിജിനൽ ക്ലയന്റ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ല ആരുടെയാണ് ഈ റിക്വയർമെന്റ് ഉണ്ടോ, ആ ക്ലയന്റിന് നമ്മൾ ഡെമോ കാണിക്കും. ഈ 2 ആഴ്ച കൊണ്ട് ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ ഒരു ഡെമോ ഒക്കെ കാണിക്കും.
പിന്നെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് മീറ്റിംഗ് ആണ് സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഈ റിവ്യൂ മീറ്റിങ്ങിനേക്കാൾ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് പോലെ തന്നെ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് റിഫ്ലക്ട് ചെയ്യുകയാണ്. അപ്പം ഈ സ്പ്രിന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, സ്റ്റാൻഡപ്പ് എങ്ങനെ പോയി, ആ മാതിരിയുള്ള കാര്യങ്ങൾ. ഈ സ്പ്രിന്റ് റിവ്യൂവിനകത്തൊന്നും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആക്ച്വൽ ടാസ്കിനെ പറ്റി സംസാരിക്കുമ്പോൾ സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവിനകത്ത് നിങ്ങൾ സംസാരിക്കുന്നത് മൊത്തത്തിൽ സ്പ്രിന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ 2 ആഴ്ചത്തെ സ്പ്രിന്റ് എങ്ങനെ ഉണ്ടായിരുന്നു, നന്നായിട്ട് പോയോ, ആ കാര്യങ്ങളൊക്കെയാണ് സ്പ്രിന്റ് റെട്രോസ്പെക്റ്റീവ് മീറ്റിങ്ങിനകത്ത് സംസാരിക്കുന്നത്. സോ ഇത്രയും മീറ്റിംഗ് ഞാൻ പറഞ്ഞത്, ഇത്രയും മീറ്റിംഗ് ഇത് നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കും. ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ 2 ആഴ്ച ഈ സ്പ്രിന്റ് തുടങ്ങുമ്പോൾ ഒരു മീറ്റിംഗ് കാണും, പിന്നെ പ്ലാനിങ് മീറ്റിംഗ് കാണും, ഇതിന്റെ ഇടയിൽ ഡെയിലി സ്റ്റാൻഡപ്പ് കാണും, ഒരു റിവ്യൂ മീറ്റിംഗ് കാണും, ഒരു റെട്രോസ്പെക്റ്റീവ് മീറ്റിംഗും കാണും. സോ ഇനി അടുത്ത നമ്മൾ സ്ക്രം ഇംപ്ലിമെന്റേഷനിലേക്ക് പോകുമ്പോൾ ഇതിന്റെ അകത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കാന്നുള്ളത് ഇത്രയും നമ്മൾ തിയറി ആയിട്ട് പറഞ്ഞു. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ മീറ്റിംഗ്സിനെ പറ്റി പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ മീറ്റിംഗ്സ് നടക്കാൻ പോകുന്നതെന്ന് അറിയാം. ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ്, എന്തൊക്കെ ആർട്ടിഫാക്ട്സ് ഇതിന്റെ അകത്ത് കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഇതിന്റെ അകത്ത് ഒരു പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് സംഭവം. ബാക്ക്ലോഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ്, ഇതെല്ലാം കൂടി ഒരു പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നതിനാണ് ശരിക്കും ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഒരു ലിസ്റ്റ് ഓഫ് ടാസ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ്. അപ്പൊ അതിന്റെ അകത്ത് നിങ്ങൾക്ക് പല പല ഫീച്ചേഴ്സ് കാണാം, യൂസർ സ്റ്റോറീസ്, ടാസ്ക്, ബഗ്, ഇതിന്റെ ഒരു ലിസ്റ്റിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. അത് ഈ പ്രൊഡക്റ്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയാം മൊത്തം പ്രോഡക്റ്റിനകത്ത് എന്തൊക്കെ ചെയ്യാനുണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലെങ്കിലും പ്രശ്നമില്ല. കാരണം അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ട സ്പ്രിന്റ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത് ഈ സ്പ്രിന്റിനകത്ത് നമുക്ക് എന്തൊക്കെ ടാസ്ക് ചെയ്യാനുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്, യൂസർ സ്റ്റോറീസ് ഉണ്ട്, ഈ കാര്യങ്ങൾ. അടുത്തതാണ് സ്ക്രം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് എങ്ങനെ തിയറിറ്റിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് സ്ക്രം ബോർഡിനകത്ത് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ടാസ്ക് ബോർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ, നമുക്ക് അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ട്, എനിക്ക് ആ ടാസ്ക് ഉണ്ട്, ഇതുണ്ട് എന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം കൂടി വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്ക്രം ബോർഡ്സ് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മുടെ ടാസ്കുകൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പൊ അതിൻ്റെ അത് രണ്ടുണ്ട്. ഒന്ന് സ്പ്രിന്റ് ബോർഡ് ഉണ്ട്. ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ സ്പ്രിന്റിനകത്ത് എന്തൊക്കെ ടാസ്ക് ചെയ്യാനുണ്ട്, ആ കാര്യങ്ങളൊക്കെയാണ് സ്പ്രിന്റ് ബോർഡിനകത്ത്. പിന്നെ കുറച്ച് ചാർട്ടിംഗ് ടൂൾ ആണ്. അത് ബേസിക്കലി ഈ പറയുന്ന നമ്മുടെ മാനേജേഴ്സ് ബിനിത്ത്, എബിന്, അവര് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന ചാർട്ടുകൾ. അതായത് നിങ്ങളുടെ ഓവറോൾ ടീമിന്റെ പെർഫോമൻസ് എന്തായി, ഇപ്പൊ ടാസ്കുകൾ തീരുന്നുണ്ടോ, അതിന്റെ സ്പീഡ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ മേളിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അത്രയാണ് ശരിക്കും പറഞ്ഞ അജൈലിന്റെ തിയറി എന്ന് പറയുന്നത്. സോ ഇനി നമുക്കിത് ആക്ച്വൽ ആയിട്ട് നമുക്കിത് ഇംപ്ലിമെന്റ് ചെയ്യും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഈ അഷ്വർ ഡെവോപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു തിയറിയാണ്. പക്ഷെ ഇതാണ് ഏത് ടൂള് നമ്മൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ മീറ്റിങ്ങുകള്, ഈ പേരുകള്, ഈ ബാക്ക്ലോഗ്, ഇതെല്ലാ കാര്യങ്ങളും ആയിരിക്കും ഏത് ടൂളിനകത്തും നമ്മൾ പോയാലും കാണാൻ പോകും. സോ ഞാൻ ഇനി ഈ അഷ്വർ ഡെവോപ്സിനകത്ത് എങ്ങനെയാണ് ഈ അജൈൽ ഇവര് സോൾവ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞു, ഏത് സംഭവം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റോൾസ് ഡിഫൈൻ ചെയ്യണം. ഒരു ടീമിനെ വിളിച്ചു കൂടണം, ഓരോരുത്തർക്ക് റോള് കൊടുക്കണം എന്താണെന്നുള്ളത്. ആ റോള് ബ്രേക്ക് ഡൗൺ ചെയ്തേക്കുന്ന ഒരു ഭാഗമാണ് ഈ പറയുന്ന പോർട്ട്ഫോളിയോ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഒരു യൂസേഴ്സ് ഉണ്ട്, പിന്നെ ടീം യൂസേഴ്സ് എന്ന് പറഞ്ഞ 2 ടൈപ്പ് യൂസേഴ്സ്. അപ്പൊ നമ്മളെല്ലാവരും വരുന്നത് ഈ ടീം യൂസേഴ്സ് എന്ന് പറയുന്നതാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ ഓരോ ടാസ്കുകൾ എടുക്കും, ബഗുകൾ ഫിക്സ് ചെയ്യും, ഓൺ ദി ഗ്രൗണ്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ഈ പറയുന്ന ടീം യൂസേഴ്സ് എന്ന് പറയുന്നത്. പോർട്ട്ഫോളിയോ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോസ് ലെവലിലുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് വരുന്നത്. അപ്പൊ അതായത് മെയിൻ ക്ലയന്റ്, അല്ലെങ്കിൽ നമ്മുടെ സിഇഒ, അല്ലെങ്കിൽ ഈ പറയുന്ന സി ലെവലിലുള്ള ആൾക്കാര്, പിന്നെ ചില സമയത്ത് മാനേജേഴ്സ്, ഇവരെല്ലാവരാണ് ഈ പോർട്ട്ഫോളിയോ യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഷ്വർ ഡെവോപ്സ് ഒരു കംപ്ലീറ്റ് ഒരു പ്രൊജക്ടിനെ ഈ ഒരു രീതിയിലാണ് സോൾവ് ചെയ്തത്. ഫസ്റ്റ് എപ്പിക് എന്ന് പറഞ്ഞൊരു സംഭവം അവർ കൊണ്ടുവന്നു, ഒരു കോൺസെപ്റ്റ്. എപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു ക്ലയന്റ് വന്ന് നമ്മളോട് പറയാം എനിക്കൊരു പുതിയ മൊബൈൽ ആപ്പ് വേണം, അത്രേ ക്ലയന്റ് പറയുന്നു സംഭവം. അത് കഴിഞ്ഞ് ക്ലയന്റ് വഴിക്കും. അതിനെയാണ് നമ്മൾ എപ്പിക് എന്ന് പറയുന്നത്. ക്ലയന്റ് ഇംഗ്ലീഷിൽ ഈ ക്ലയന്റ് ഈ റിക്വയർമെന്റ് ജസ്റ്റ് പറയുന്നതിനാണ് നമ്മൾ എപ്പിക് എന്ന് പറയുന്നത്. ദെൻ അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും മാനേജേഴ്സ് എല്ലാം വന്നു. മാനേജർ പറഞ്ഞ ഒരു ടെക്നിക്കൽ ആളോട് വാ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ ഡിസ്കഷൻ ആരംഭിക്കുകയാണ് ഈ എപ്പിക്കിനെ വേണ്ടി. അങ്ങനെ അവർ കണ്ടുപിടിക്കുന്ന സാധനങ്ങളാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ ഞാൻ കുറച്ച് എക്സാമ്പിൾ ഇത് കഴിഞ്ഞ് കാണിക്കാം.
ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തേക്കും. പിന്നീട് അതും ഒരു പോർട്ട്ഫോളിയോ യൂസേഴ്സ് ആണ്, കുറച്ച് മാനേജർ ലെവലുള്ള ആൾക്കാരാണ് ഈ ഫീച്ചേഴ്സ് എല്ലാം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മളിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് യൂസർ സ്റ്റോറി എന്ന് പറയുന്ന സംഭവം. അതായത് അതൊരു സെഗ്മെന്റ് ഓഫ് വർക്കിനെയാണ് യൂസർ സ്റ്റോറി എന്ന് ബേസിക്കലി പറയാം. അപ്പൊ നമ്മൾ ഏത് ജോബ്, ഇപ്പൊ അജൈൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏത് ജോബ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഓക്കെ എന്റെ യൂസർ സ്റ്റോറി എവിടെ, ഇത് എന്താണ് ഞാൻ ഈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ ചോദിക്കും. നിങ്ങളോട് രാവിലെ വന്നിട്ട് ഇന്ന API-ക്കകത്ത് ഇന്ന ബഗ്, ഇന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊന്നും മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം ഏത് യൂസർ സ്റ്റോറിയെ പറ്റിയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പം യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഈ ഫീച്ചേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു കുഞ്ഞി യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു യൂസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞി സ്റ്റോറി ആയിട്ട് നമ്മളോട് ഈ ഫീച്ചറിനെ പറ്റി പറയുകയാണ്. സംഭവം ഈ ഒരു ഐഡിയയെ പറ്റി പറയാം, ഓക്കെ ഇന്ന ഫീച്ചറാണ് എനിക്ക് വേണ്ടതെന്ന് പറയും. ആ യൂസർ സ്റ്റോറി എഴുതാൻ ഒരു സ്പെസിഫിക് ഫോർമാറ്റും ഉണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞത് അജൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം റൂം ഇല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഇഷ്ടത്തിനും പോകാനും വരാനും ഒക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഫ്രെയിം വർക്കാണ്. അപ്പൊ ഞാൻ യൂസർ സ്റ്റോറിയുടെ എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ഇപ്പൊ ജസ്റ്റ് പറയുകയാണെങ്കിൽ യൂസർ സ്റ്റോറി എഴുതുന്നത് ഇങ്ങനെ, ആസ് എ യൂസർ, ഒരു യൂസർ എന്നുള്ള നിലയിൽ ഐ വാണ്ട് ടു ഡു സംതിങ് സോ ദാറ്റ് ഐ ക്യാൻ ബി സംബഡി ഓർ സംതിങ് എൽസ്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ യൂസർ സ്റ്റോറി എഴുതുന്നത്. അപ്പൊ അതൊരു ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു ഫോമുല. ഇനി അതിന്റെ അടിയിൽ ഈ പറയുന്ന മാനേജേഴ്സ് വന്ന് ടാസ്കുകൾ ആഡ് ചെയ്യാൻ തുടങ്ങും. അതായത് ബിൽഡ് ആൻ API, ഡിസൈൻ ദ പേജ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ടാസ്കുകൾ ആഡ് ചെയ്യും. പിന്നെ അതിന്റെ അത് ബഗ്സ് ആഡ് ചെയ്യാം. നമുക്കത് ടാസ്കും ഉണ്ട്, ബഗ്സും ഉണ്ട്. ഇനി ഞാൻ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ കാണിക്കാം അത് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ. നിങ്ങൾ ഫസ്റ്റ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അജൈൽ റൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സോക്കറ്റിനകത്തേക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ അകത്തേക്ക് വന്ന് നമ്മുടെ വർക്ക് ബാക്കിയുള്ള ചെയ്യും. സോ ഒരു എപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ബോസ്, ഒരു ക്ലയന്റ് വരുന്നു. പുള്ളിക്കാരൻ പറയുന്നത് ഇംപ്ലിമെന്റ് ഓൺലൈൻ ബാങ്കിങ് സർവീസ് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വഴിക്ക് പോകുന്നു. ഉടനെ തന്നെ നമ്മുടെ മാനേജേഴ്സ് വരുന്നു, എന്നിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ തുടങ്ങും. പല ഫീച്ചേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരു എക്സാമ്പിൾ ആണ് എനേബിൾ യൂസേഴ്സ് ടു ട്രാൻസ്ഫർ ഫണ്ട്. ഒരു ഫീച്ചർ, ഒരു ബാങ്കിങ് ആപ്പ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു ഫീച്ചർ. ഇനി അതിന്റെ താഴെ വരുന്നതാണ് യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെല്ലാവരും വരുന്ന ഒരു ഭാഗം. അപ്പം ഈ പറയുന്ന ഒന്നെങ്കിൽ നമ്മുടെ സ്ക്രം മാസ്റ്ററും അല്ലെ പ്രൊഡക്റ്റ് ഓണറും എല്ലാം കൂടെ കൂടിയിരുന്നാണ് ആദ്യമേ യൂസർ സ്റ്റോറീസ് എല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയാണ് ആസ് എ കസ്റ്റമർ ഐ വാണ്ട് ടു ട്രാൻസ്ഫർ മണി ബിറ്റ്വീൻ മൈ സേവിങ്സ് ആൻഡ് ചെക്കിങ് അക്കൗണ്ട്സ്. അതാണ് ഒരു യൂസർ സ്റ്റോറി. എക്സാക്ട്ലി അത് എങ്ങനെയാണോ വേർഡ് ചെയ്തേക്കുന്നത് അതാണ് ഒരു യൂസർ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ അണ്ടറിൽ കുറച്ച് ടാസ്കുകൾ ആഡ് ചെയ്യും. കാരണം ഡെവലപ്പേഴ്സിന് അത് എടുക്കാൻ വേണ്ടി ക്രിയേറ്റ് API ടു ഹാൻഡിൽ ഇന്റേണൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഒരു ടാസ്ക് ആണ്. പിന്നെ അതിന്റെ അടി ബഗ്സ് വരുവാണെങ്കിൽ ആ ബഗ്സ് ആഡ് ചെയ്യും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവോപ്സ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടാസ്കും എല്ലാ കാര്യങ്ങളും ഒരു യൂസർ സ്റ്റോറിയുടെ അണ്ടറിലായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. അങ്ങനെയാണ് നമ്മൾ അഡാപ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ടാസ്കും ഒരു ബഗ്ഗും ഒന്ന് ഓർഫൺ ആയിട്ട് ഇതിലേയും കിടക്കും. അത് എല്ലാം ഈ യൂസേഴ്സ് നമുക്ക് റീഡ് ചെയ്താൽ മനസ്സിലാവുന്ന യൂസർ സ്റ്റോറിയുടെ അണ്ടറിലേക്ക് ടാഗ് ചെയ്ത് ഇട്ടേക്കുവായി. സോ ഇതാണ് ഒരു എക്സാമ്പിൾ പ്രൊജക്ട് ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. ഇനി യൂസർ സ്റ്റോറിയെ പറ്റി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ യൂസർ സ്റ്റോറിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആസ് എ പേഴ്സൺ, ഇപ്പൊ ആസ് എ യൂസർ ഐ വാണ്ട് ടു പെർഫോം ദിസ് ആക്ഷൻ സോ ദാറ്റ് ഐ ക്യാൻ അക്കംപ്ലിഷ് ദിസ് ഗോൾ. ഈ ഫോർമാറ്റിലായിരിക്കും ഓരോ യൂസർ സ്റ്റോറി. ഞാൻ ഡെവോപ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇതാണ് യൂസർ സ്റ്റോറി, ഇവിടെയാണ് നമ്മൾ ഇത് എൻ്റർ ചെയ്യേണ്ടത്. യൂസർ സ്റ്റോറിക്ക് ഈ ഡെവോപ്സിനകത്ത് ഒരു ഹെഡിങ് വേറെ ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ ആസ് യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും. പിന്നെ ഓരോ യൂസർ സ്റ്റോറിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റ് കൊടുക്കാം. അതായത് എത്ര എഫോർട്ട് ഈ യൂസർ സ്റ്റോറിക്ക് വേണം എന്നുള്ള ഒരു പോയിന്റ് ആയിട്ട് ഓരോ യൂസർ സ്റ്റോറിക്ക് കൊടുക്കും. അതിനാണ് നമ്മൾ സ്റ്റോറി പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കിയ പോലെ തന്നെ ഫസ്റ്റ് സ്പ്രിന്റ് തുടങ്ങുമ്പോൾ ഉള്ള മീറ്റിങ്ങിനകത്ത് വന്നിരുന്ന് ഒരു യൂസർ സ്റ്റോറി എടുക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് ഇത് എത്ര കോംപ്ലക്സ് ആണ് ഈ യൂസർ സ്റ്റോറി, എത്ര എളുപ്പത്തിൽ ഇത് ഫില്ല് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട് അതിന് ഓരോ പോയിന്റ് കൊടുക്കും.
അപ്പൊ പ്രൊഡക്റ്റ് ഓണർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും, ഓക്കെ ഇത്രയും ആൾക്കാർ എന്റെ ടീമിലുണ്ട്, മേ ബി ഈ പറഞ്ഞ ഒരു 100 സ്റ്റോറി പോയിന്റ് ഒരു സ്പ്രിന്റിൽ സാധാരണ ഓടാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പറഞ്ഞ ഓക്കെ ഈ ഒരു ഇത്ര ടാസ്ക് ഈ സ്പ്രിന്റിനകത്ത് വരാൻ സാധ്യതയുള്ളൂ, അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും സംഭവം. അതാണ് സ്റ്റോറി പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ടീം മെമ്പർ എന്നുള്ള രീതിയിൽ. നമുക്കറിയാലോ നമ്മുടെ റോൾ എന്ന് പറയുന്നത്, നമ്മുടെ റോളിന്റെ ആ ഒരു ബോർഡറിൽ നിന്ന് മാത്രം നമുക്ക് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫും ബെറ്റർ ആവും, നമ്മുടെ കരിയറും നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാം. അപ്പം ആസ് എ ടീം മെമ്പർ നിങ്ങൾ യൂസർ സ്റ്റോറി വരെയുള്ള കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ എന്റെ യൂസർ സ്റ്റോറി എന്താണോ അത് അതിനെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യും. സോ ഞാനിപ്പോ ഡെവോപ്സിനകത്തൊരു ഡെമോ കാണിക്കാം. ഇപ്പൊ എന്റെ പ്രൊജക്ട് എങ്ങനെയാണോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമ്മൾ ഡെവോപ്സിനകത്ത് ലോഗിൻ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാർക്കും ഡെവോപ്സിനകത്ത് അക്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ, ഓൾറെഡി. ഓക്കെ, നമ്മൾ അപ്പൊ ഡെവോപ്സിനകത്ത് ലോഗിൻ ചെയ്യുന്നു. നമ്മുടെ പ്രൊജക്ട്സ് ഇവിടെ കാണാം. നമ്മളൊരു പ്രൊജക്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന അജൈലിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ നേരെ ബോർഡ്സിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് ഈ പറയാം അതിന്റെ അകത്ത് ഒരു ബോർഡ് എന്ന് പറഞ്ഞൊരു വ്യൂ എടുക്കണം. ഈ വ്യൂവിനാണ് ക്യാൻബൻ വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് നമ്മളും ബാക്കിയുള്ള ടീം മെമ്പേഴ്സും എല്ലാം നമ്മുടെ പെർമിഷൻ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓരോ കോളമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ലിസ്റ്റ് ചെയ്തേക്കുന്ന ഒരു വ്യൂ ആണ് ഈ പറയുന്ന ബോർഡ്സ് എന്ന് പറയുന്ന ഒരു വ്യൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ അത് കാണുന്ന മനസ്സിലാവുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് പോലത്തെ ഒരു ഐക്കൺ ഒന്ന് നീല ബോർഡറുള്ളതാണ് ബേസിക്കലി യൂസർ സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ യൂസർ സ്റ്റോറി എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എടുക്കുമ്പോൾ തന്നെ അറിയാം ഇതിനൊരു ടൈറ്റിൽ ഉണ്ട്, API ടു സെൻഡ് വാട്സ്ആപ്പ് പേയ്മെന്റ് മെസ്സേജ് ഫോർ പ്രൈസ് ജോബ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ട്. അത് ആ യൂസർ സ്റ്റോറിയുടെ ഒരു ഹെഡിങ്. എന്നിട്ട് ഈ ഡിസ്ക്രിപ്ഷനകത്ത് ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഫോർമാറ്റിൽ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് സംഭവം എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആദ്യമേ ചാടി കയറി ടാസ്ക് ഏതാണ് അല്ലെങ്കിൽ പിന്നെ ഈ API എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയേണ്ട കാര്യം. നിങ്ങൾ ആദ്യമേ ഇവിടെ വരിക, ഈ പറയുന്ന യൂസർ സ്റ്റോറിയുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. അപ്പം ആ പ്രൊജക്ടിനകത്ത് ഇത് എവിടെയാണ് ഫിറ്റിൻ ആവുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം സംഭവം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം. അത് കഴിഞ്ഞ് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. നമുക്ക് അതായത് ഈ ജോബ് തീർന്നു കഴിയുമ്പോൾ ഇത് തീർന്നോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം നമ്മൾ ഒരു ടെസ്റ്ററിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് അയാൾ നോക്കുന്ന സ്ഥലമാണ് ഈ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അയാൾ വൺസ് നമ്മൾ ഈ യൂസർ സ്റ്റോറി ഡൺ ആക്കി കഴിയുമ്പോൾ ഈ ടെസ്റ്റർ വരും. എന്നിട്ട് ഈ ഭാഗം നോക്കും, ഈ ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ അത് വർക്കിംഗ് ആണോ നോക്കും, അക്സെപ്റ്റൻസ് ആണോ നോക്കും. ആണെങ്കിൽ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. സോ അത് അതിന്റെ താഴെ നമുക്ക് കുറച്ച് ഡിസ്കഷൻസ് കാണാം. പിന്നെ ലിങ്ക് ചെയ്തേക്കുന്ന അഡീഷണൽ വർക്കുകൾ, അതായത് ഇതൊരു ഫീച്ചറുമായിട്ട് ലിങ്ക് ചെയ്തേക്കുക. അതിന്റെ ഒരു ഐക്കൺ ഇത് കണ്ടുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത്. കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പിന്നെ ഇതിന്റെ അകത്ത് എത്ര സ്റ്റോറി പോയിന്റ് ആണ് എന്നുള്ള കാര്യം ഇതിന്റെ അകത്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതാണ് ബേസിക്കലി ഒരു യൂസർ സ്റ്റോറി. ഇതിന്റെ അകത്ത് നമ്മൾ അഷ്വർ ഡെവോപ്സിനകത്ത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ലുക്ക്. സോ ഈ ബോർഡ് എന്ന് പറയുന്ന ഓരോ പ്രൊജക്ടിനും ഓരോന്നായിരിക്കും സംഭവം. ഇതിപ്പം ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ റിക്വയർമെന്റിന് വേണ്ടി ചെയ്തേക്കുന്നതാണ്. അതായത് ഫസ്റ്റ് ഇത് ബേസിക്കലി ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് ഞങ്ങൾ ഒരു മീറ്റിങ്ങോ എന്തെങ്കിലും ഒരു നടക്കുമായിരിക്കും, ഡെയിലി സ്റ്റാൻഡപ്പ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ CEO കയറി വന്നിട്ട് പറയണം, ഓക്കെ എനിക്ക് ഇന്ന ഒരു റിക്വയർമെന്റ് ഉണ്ട് എന്ന് പറയും. അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു സ്പ്രിന്റ് പ്ലാൻ ചെയ്ത് റെഡി ആക്കി വെച്ചേക്കും. അപ്പൊ ബേസിക്കലി ഇതിന്റെ ഇടയിലേക്ക് ഇത് നമ്മൾ കയറ്റില്ല സംഭവം. അവിടെയാണ് നമ്മൾ നെഗോഷിയേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരുന്നത്. നമ്മൾ അയാളോട് ഈ പറയുന്ന ക്ലയന്റിനോട് പറയും, ഓൾറെഡി ഈ ഒരു ആർക്കിടെക്ചർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിന്റെ ഇടയിൽ അത് പറ്റില്ല എന്ന് പറയും. അപ്പൊ പുള്ളി പറയാം അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ബിറ്റ്വീൻ സ്പ്രിന്റ് നമ്മളത് ഒട്ടും റെക്കമെൻഡ് ചെയ്യാറില്ല. അത് നമ്മൾ ഡെവലപ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മളും അത് മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഓൾറെഡി ഒരു സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ കൂടെ വന്ന് ഈ റിക്വയർമെന്റ് ഒക്കെ തരാ എന്ന് പറഞ്ഞാൽ ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതല്ല ഈ അജൈലിന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പൊ എനിവേ നമുക്ക് ഒരു ന്യൂ യൂസർ സ്റ്റോറി ആഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ന്യൂ ഐറ്റം എടുക്കുക, യൂസർ സ്റ്റോറി ആഡ് ചെയ്യുന്നു. അതായത് ഈ സംഭവിക്കുന്ന എന്നാന്ന് ചോദിച്ചാൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കും. ആ മീറ്റിങ്ങിനകത്ത് ഈ പറയുന്ന ഒരു സ്ക്രം മാസ്റ്റർ ഉണ്ടായിരിക്കും, മൊത്തം മെയിൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സ്ക്രം മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആ സ്ക്രം നന്നായിട്ടാണോ പോകുന്നത് ഇല്ലയോ എന്ന് മാനേജ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അപ്പൊ പുള്ളി ഈ സ്ക്രീൻ ഷെയർ ചെയ്തേക്കുമായിരിക്കും, എല്ലാവരിലും സ്ക്രീൻ ഷെയർ ചെയ്തേക്കും ഡെയിലി സ്റ്റാൻഡപ്പിനകത്ത്.
അപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്റെ എന്റെ അപ്ഡേറ്റ് പറയാം. അതായത് ഇന്നലെ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, എന്തെങ്കിലും ബ്ലോക്കർ ഉണ്ടോ. അപ്പൊ ഈ സ്ക്രം മാസ്റ്റർ എന്റെ ബോർഡ് ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇത് നോക്കി എന്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളും എല്ലാം പറയാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും, ഓക്കെ, ഇന്ന കാര്യങ്ങളാണ് മാത്യു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നാണ് ടെസ്റ്റിംഗ് കിടക്കുന്നത്, ഇന്നാണ് റെഡിക്കകത്ത് കിടക്കുന്നത് എന്നുള്ളത്. സോ ബേസിക്കലി അതാണ് ഈ ബോർഡിന്റെ ഒരു വർക്കൗട്ട്. നമ്മളിപ്പം ഒരു ഡിസ്കഷന്റെ ഇടയിൽ നമ്മളൊരു യൂസർ സ്റ്റോറി ആഡ് ചെയ്തു, നമ്മളത് ഓപ്പൺ ചെയ്യുന്നു, നമുക്ക് ഡിസ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യാം, അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ ആഡ് ചെയ്യാം, ഡിസ്കഷൻസ് റൺ ചെയ്യാം. എന്നിട്ട് ഇത് ആർക്കെങ്കിലും ഇത് അസൈൻ ചെയ്യാൻ പറ്റും. ഇതിന്റെ സ്റ്റേറ്റ് ഏതാണോ അത് നമുക്ക് അതിന്റെ അകത്ത് അസൈൻ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോളത്തിനകത്തൂടെ എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ വൺസ് നമ്മൾ ന്യൂക്കകത്ത് കിടക്കുന്നത് യൂഷ്വലി എന്റെ ബോർഡ് അനുസരിച്ചാണെങ്കിൽ ഞാൻ അത് എടുത്ത് ഇതിന്റെ അകത്തേക്ക് കൊണ്ടിടുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു ഡെവലപ്പറായ ഞാൻ ഈ ന്യൂവിനകത്തുനിന്ന് ബേസിക്കലി സ്പ്രിന്റ് തുടങ്ങുമ്പോൾ തന്നെ ഈ ന്യൂവിനകത്ത് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. നമ്മളെല്ലാം എഗ്രി ചെയ്തു, ഓക്കെ, ഒരു 10 യൂസർ സ്റ്റോറി നമുക്ക് ഈ സ്പ്രിന്റ് ചെയ്ത് തീർക്കാമെന്ന് നമ്മളെല്ലാവരും എഗ്രി ചെയ്യും. എന്നിട്ട് ഓരോരുത്തരും ഏതൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ അസൈനും ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് സ്പ്രിന്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആ ജോബ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ന്യൂവിനകത്ത് നിന്ന് അത് ഡ്രാഗ് ചെയ്ത് നിങ്ങൾ തന്നെ എടുത്ത് ആക്റ്റീവ് വർക്ക് ഇൻ പ്രോഗ്രസിനകത്തേക്ക് വെക്കും സംഭവം. അത് കഴിഞ്ഞ് വർക്ക് കഴിയുമ്പോൾ നിങ്ങൾ റെഡി ടു ടെസ്റ്റിനകത്തേക്ക് ഇടും. എന്നിട്ട് സ്ക്രം മാസ്റ്ററോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ, ശരിക്കും പറഞ്ഞാൽ മാക്സിമം നമ്മൾ തന്നെ യൂസർ സ്റ്റോറി മുതലുള്ള ലെവൽ നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു സാധാരണഗതി നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ടെസ്റ്റർ അല്ല, നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ ടീം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് അതിനനുസരിച്ച് ഒരു ടെസ്റ്ററിന് ഞാൻ ഇത് അസൈൻ ചെയ്യുന്നു. പിന്നെ അത് ടെസ്റ്റിംഗ് ആണെങ്കിൽ ടെസ്റ്റർ എടുത്ത് ഇതിന്റെ അകത്ത് കൊണ്ടുപോയിടുന്നു. പിന്നെ റെഡി ടു UAT വരുന്നു. പിന്നെ UAT സൈൻ ഓഫ് കിട്ടുന്നു. ഇത് സ്പെസിഫിക്കലി എന്റെ ആ പ്രൊജക്ടിന് വേണ്ടിയുള്ള ഒരു ഫോർമാറ്റ് ആയത്. സൈൻ ഓഫ് കിട്ടുന്നു, ഡിപ്ലോയ് ചെയ്യുന്നു, അവസാനം ഫൈനൽ സൈൻ ഓഫ് സംതിങ്. ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ബോർഡ് വർക്ക് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്. സോ ഇനി നിങ്ങൾ ഈ ബോർഡ്സിന്റെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ വർക്ക് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊരു ജസ്റ്റ് ഒരു ലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അസൈൻ ചെയ്തേക്കുന്നത് നേരിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് ഡൗൺ വേണമെങ്കിൽ അങ്ങനെ ഒരു ലിസ്റ്റ് നമുക്ക് ഇതിന്റെ അകത്ത്. പിന്നെ ബാക്ക്ലോഗ്സ്, ഞാൻ പറഞ്ഞ പോലെ മൊത്തത്തിൽ ഇതിന്റെ ഒരു ബാക്ക്ലോഗ് കാണണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഏതൊക്കെ സ്പ്രിന്റുകളാണ് ഇപ്പൊ റൺ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഈ പർട്ടിക്കുലർ പ്രൊജക്ടിനാണ് ഇത്രയും സ്പ്രിന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു സ്പ്രിന്റ് എന്ന് പറഞ്ഞ സ്പ്രിന്റ് 4 ആയിരുന്നു കഴിഞ്ഞത്. ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പ്രിന്റ് 5 ആണ്. അത് ഇതിലേക്കൊന്നും അസൈൻ ആയിട്ടില്ല, ഞങ്ങളുടെ സ്പ്രിന്റ് പ്ലാനിങ് നടക്കുന്നുള്ളൂ. പിന്നെ ഇതിന്റെ അത് കസ്റ്റം ക്യൂറീസ് ഉണ്ട്. ഇത് നിങ്ങൾ തന്നെ ലോഗിൻ ചെയ്ത് ഈ ഭാഗം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ മനസ്സിലാവും എന്താണ്, എവിടെയൊക്കെയാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത്, എന്താണ്. സോ ബേസിക്കലി അതാണ് എങ്ങനെ അജൈല് നമ്മൾ ഡെവോപ്സ് വഴി നമ്മുടെ യൂസർ സ്റ്റോറീസും ബാക്കിയുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഡെമോ. ഇപ്പൊ നിങ്ങൾ നമ്മൾ ഒന്നുകൂടെ ബോർഡ് എടുത്ത് നോക്കും. ഈ യൂസർ സ്റ്റോറി ഞാൻ പറഞ്ഞത്, ഈ യൂസർ സ്റ്റോറിയും ബാക്കി കാര്യങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയുള്ള, അതായത് വർക്കിംഗ് ടീമിന് വേണ്ടിയുള്ളൂ. അതേസമയം ഒരു മാനേജർ വരുമ്പം പുള്ളിക്കാരൻ നേരെ ഈ പറയുന്ന എപ്പിക്സ് എന്ന് പറയുന്ന ഒരു ബോർഡ് മാത്രമേ നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പോകുന്ന പോലെ ആ ബോർഡിന്റെ ലേഔട്ടേ ഓൾറെഡി മാറി. ഒരു വേണ്ട റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് പേജ് ആണ് പുള്ളിക്ക് വേണം. അപ്പൊ പുള്ളി ഇത് മാത്രമേ കാണുന്നുള്ളൂ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഒരു മാനേജർ പെട്ടെന്ന് വന്നിട്ട്, ഇപ്പൊ ഞാൻ മഷൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മാനേജർ പെട്ടെന്ന് വന്നിട്ട് പുള്ളിക്കാരൻ നമ്മളോട് പറയും, ഓക്കെ, ഇന്നൊരു ഫീച്ചർ റൺ ചെയ്യുന്നില്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എങ്ങനെയാണ് പുള്ളി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ആപ്പിന്റെ അകത്തെ ഈ ഫീച്ചർ പുള്ളിക്ക് എങ്ങനെ അത് മനസ്സിലായി ഇത് വർക്ക് ആവുന്നില്ല എന്നോ. അപ്പൊ അത് നോക്കുമ്പോൾ പുള്ളിക്കാരനെ ഓൾറെഡി ഇങ്ങനത്തെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനലിറ്റിക്സും ഈ ബോർഡും പുള്ളിക്ക് ഓൾറെഡി ആക്സസ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം പുള്ളിക്ക് ഓൾറെഡി അറിയാം. സോ ഇവിടെ ഞാൻ ഫീച്ചേഴ്സ് ആയിട്ട് മാറ്റുവാണെങ്കിൽ ഇതും ഒരു മാനേജർ ലെവലിലുള്ള ഒരാൾക്ക് ആക്സസ് കിട്ടുന്ന ഒരു വ്യൂ ആണിത്. ഫീച്ചേഴ്സ് വഴി ഞാനെന്ന് പറഞ്ഞ പോലെ ഈ 2 ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോർട്ട്ഫോളിയോ യൂസേഴ്സ്, ഈ എപ്പിക്സും ഫീച്ചേഴ്സ് എല്ലാം മാനേജ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ ബാക്കിയുള്ള ഡെവലപ്പേഴ്സ്. സോ നമ്മൾ ഇത് നോക്കണ്ട, നമ്മൾ നേരെ സ്റ്റോറീസ് എടുക്കുന്നു. ഏത് സ്റ്റോറിയാണോ ഏത് കോളത്തിലാണോ അത് കിടക്കുന്നത് നമ്മൾ ഈ അസൈൻ ടു ആയിട്ട് മാറ്റുന്നു. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കി അടുത്തേക്ക് പോകും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ഐറ്റംസ് നോക്കുവാണെങ്കിൽ അതിന്റെ ഒരു ലിസ്റ്റ് ആയിട്ടുള്ള കാര്യം കാണാം. നമുക്ക് അസൈൻ ചെയ്തേക്കുന്നതിന്റെ ഒരു ലിസ്റ്റ് കാണാം. ഈ വ്യൂ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നെങ്കിൽ ഇതിന്റെ അകത്ത് നമുക്ക് നോക്കാം.
എല്ലാ പേജിനകത്തും ഒരു ഫിൽട്ടർ കാണും. നമുക്ക് ഏത് രീതി വേണമെങ്കിലും അത് ഫിൽട്ടർ ചെയ്തെടുക്കാം. സ്പ്രിന്റ്സ് കാണാം, കസ്റ്റം ക്യൂറീസ് എഴുതാം. ഡെലിവറി പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നോക്കുന്നില്ല, അതും ഒരു മാനേജർ ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടി അത് മൊത്തത്തിൽ എടുത്ത് ഒരു റിവ്യൂ കൊടുക്കണമെന്നുള്ളത്. അതായത് നമ്മുടെ ക്ലയന്റിന് എന്താണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു ഈ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ പോലെ 1.5 വർഷം എടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് ആണെങ്കിൽ ആദ്യമേ പുള്ളിയോട് പറയും 6 മാസം കഴിയുമ്പോൾ ഇത് പറയും സംഭവിക്കും, 6 മാസം കഴിയുമ്പോൾ ഇത് സംഭവിക്കും എന്ന് പറഞ്ഞ് ഒരു പ്ലാൻ കൊടുക്കണമെങ്കിലാണ് നമ്മൾ ഡെലിവറി പ്ലാൻസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിക്കുന്നത്. സോ ബേസിക്കലി അതാണ് ഈ പറയുന്ന അഷ്യൂർ ഡെവോപ്സിന്റെ ഒരു ഡെമോ. ബേസിക്കലി ലോഗിൻ ചെയ്യുക, ബോർഡ്സ് എടുക്കുക, നിങ്ങളുടെ യൂസർ സ്റ്റോറി ഏതാണോ അസൈൻ ചെയ്തേക്കുന്നത് നോക്കുക, അതിനനുസരിച്ച് സ്റ്റാറ്റസ് മാറ്റുക, വർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മുടെ ഒരു അഷ്യൂർ ഡെവോപ്സിന്റെ ഒരു ഡെമോ. സോ ഇത് നമ്മുടെ ലാസ്റ്റ് സ്ലൈഡാണ്. ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജൈൽ എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടും ഹൈലി അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാനുഫാക്ചറിങ്ങോ ഇപ്പൊ ഒരു സിനിമ ഡയറക്ട് ചെയ്യുമ്പോഴോ എല്ലായിടത്തും ഈ അജൈൽ കോൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു ടാസ്ക് ചെയ്യാനാണ്, സോൾവ് ചെയ്യാനാണ്, അത് എല്ലാവരും ഇങ്ങനെ വരച്ചു വെച്ചേക്കും. എന്നിട്ട് ഓരോ സെഗ്മെന്റിൽ നിന്ന് എടുത്ത് ഓരോന്ന് മാറ്റും. അതിപ്പോ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഇല്ലല്ലോ ഒരു കാര്യം സോൾവ് ചെയ്യാന്ന് പറയും. അപ്പൊ അജൈൽ വളരെ സക്സസ്ഫുൾ ആണ്. ഇപ്പൊ ഡെവലപ്മെന്റിന്റെ ഭാഗത്ത് എടുക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ ഒരു ഡെവലപ്പർ അവിടെ വന്നിരുന്ന് അല്ലെ ഒരു മാനേജർ അവിടെ വന്നിരുന്ന് ഓക്കെ ഇന്നാണ് APIs ഇന്ന സെഗ്മെന്റ്സ് ആണ് നോക്കേണ്ടതെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഒരു ബോർഡിലേക്ക് അസൈൻ ചെയ്ത് യൂസർ സ്റ്റോറീസ് എല്ലാം കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുക എത്ര ഈസി ആയിട്ട് ഈ പ്രൊജക്ടിനകത്തേക്ക് നിങ്ങൾ ഓവറോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ആദ്യമേ ഉണ്ട്. പിന്നെ ഈ യൂസർ സ്റ്റോറീസ് കൂടെ ഉണ്ടെങ്കിൽ അത് എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കണം. അപ്പോൾ അതാണ് ഈ അജൈലിന്റെ സക്സസിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു വേറൊരു ഫാക്ടർ. അതായത് ഞാൻ മഷക്കിലായിരുന്നപ്പം 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ 3-4 പേര് പോയി അടുത്ത ആള് വരും. പക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ അവർ ക്യാച്ചപ്പ് ചെയ്ത് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവരെടുത്ത് വീണ്ടും ആ വീല് റൺ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത് മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ അജൈലിന്റെ ഒരു ഇതിനാണ്. അപ്പൊ നമ്മൾ ടൂൾസ് ഏത് യൂസ് ചെയ്താലും പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അജൈൽ എന്ന് പറയുന്നത്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രസന്റേഷൻ. ഇനി ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അത് ഈ അജൈൽ പ്രോസസ് തന്നെ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് വരുന്നതല്ല. ഏത് പ്രോസസ് എന്നുള്ളത് അത് എനിക്ക് അങ്ങോട്ടുള്ള ഒരു അക്സസ് ഇല്ല. നോക്കട്ടെ ഒരു സെക്കൻഡ്. ആണോ? ഏത് സെറ്റിംഗ്സിനകത്ത്? അത് ഞാൻ ഓർക്കുന്നുണ്ട് ആ പേജ്. അത് ഈ പറയുന്ന അജൈൽ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അജൈൽ സ്ക്രം എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് തന്നെയാണ് ആ ഒരു ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ പോലെ അജൈൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. നമ്മൾ ചെയ്യുന്ന സ്ക്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക മെത്തേഡ് അത് തന്നെയാണ് ആ പ്രോസസ്സിന്റെ പേരിട്ട് സ്ക്രം അജൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ. ഓവർ ചെയ്യണോ? പ്രോസസ് അജൈൽ ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇതിന് കഷ്ടം. ഞാൻ അത് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും? യൂസർ സ്റ്റോറീസും അല്ലല്ല, യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഇംഗ്ലീഷ് ഭാഷയെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ യൂസറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വർക്ക് തന്നെയാണ്. വർക്കിനെ സെഗ്മെന്റ് ചെയ്തേക്കുന്നതാണ് യൂസർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ. ബേസിക്കലി നമ്മൾ ഈ ഡെവോപ്സ് വെച്ച് നോക്കുമ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ടെക്നിക്കലി ഡീറ്റെയിൽ ആയിട്ട് ഈ യൂസർ സ്റ്റോറിയുടെ അണ്ടറിലേക്ക് ആഡ് ചെയ്യുന്നതിനാണ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെർമിനോളജിയിൽ മാറിയിട്ട് എന്താണ് യൂസർ സ്റ്റോറി എന്ന് നമുക്ക് ചോദിക്കാം. ഇത് ഏത് യൂസർ സ്റ്റോറിയിലാണ് നീ വർക്ക് ചെയ്യുന്നതെന്ന്. കാരണം ഒരു യൂസർ സ്റ്റോറിയുടെ അണ്ടറിൽ തന്നെ 3, 4, 5 പേര് വർക്ക് ചെയ്യും. ചിലപ്പോൾ ഡിസൈൻ ഉണ്ട്, API ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, പല രീതിയിലുള്ള ടാസ്കുകൾ അതിന്റെ അടിയിൽ ആഡ് ചെയ്ത് പോകും യൂസർ സ്റ്റോറി. ഷുവർ.
ഓക്കെ, ഇത് ഈ ഒരു യൂസർ സ്റ്റോറി എടുക്കും, ഓട്ടോ പെയ്ഡ് ആപ്പ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ ഇതിന്റെ അകത്ത് താഴെ തന്നെ ഈ പറയുന്ന 5 ടാസ്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട് സംഭവം എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ഇവിടെ ഈ ഒരു വ്യൂ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണുകയും ചെയ്യും. ഇപ്പൊ നമ്മൾ ഒരെണ്ണം എടുക്കുവാണെങ്കിൽ ഇത് ആർക്കും അസൈൻ ചെയ്തിട്ടില്ല. സാധാരണ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ടാസ്കും ഓരോരുത്തർക്കായിരിക്കും അസൈൻ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഈ പറയുന്ന വ്യൂവിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതാണ് യൂസർ സ്റ്റോറി, ഇത്രയും ടാസ്കുകളാണ് അതിന്റെ അണ്ടറിലുള്ളത്. അപ്പൊ ഒരു യൂസർ സ്റ്റോറി തീർന്നു എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യും. ഓ, ഈ ടാസ്ക് തീർന്നു, ഈ ടാസ്ക് തീർന്നു, ഈ ടാസ്ക് തീർന്നു നമ്മൾ മീറ്റിംഗിൽ പറയും. എന്നിട്ട് എടുത്ത് അടുത്ത കോളത്തിലേക്ക് ആഡ്. സോറി, അങ്ങനെയാണ് സംഭവിക്കുക. പിന്നെ ഒരു മെയിൻ മാനേജർ വരുവാണെങ്കിൽ അയാൾ ഫീച്ചർ എടുത്തു, അയാൾക്കറിയാം ഓക്കെ ഇന്ന് കോൾ സെന്റർ ഈ പറയുന്ന ഓട്ടോ അസൈൻമെന്റ് എന്ന് പറയുന്ന വലിയൊരു ഫീച്ചർ പുള്ളിക്ക് വേണം. അതിന്റെ അണ്ടറിൽ ഈ പറയുന്ന ഇത്രയും യൂസർ സ്റ്റോറീസ് കിടപ്പുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവും. എന്നിട്ട് ഒരു യൂസർ സ്റ്റോറി അത്രയും പുള്ളിയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി യൂസർ സ്റ്റോറിയുടെ അടിയിൽ എന്തൊക്കെ ടാസ്കും ബാക്കി കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ കാര്യം. എപ്പിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നതാണ് എപ്പിക് എന്ന് പറഞ്ഞാൽ. ഒരു അത് നമ്മളൊന്നും ചെയ്യണം, അത് നമ്മളൊന്നും ആഡ് ചെയ്യേ വേണ്ട. ബേസിക്കലി നമ്മളൊരു ടീം മെമ്പർ ആയിട്ട് വരുമ്പം ശരിക്കും നമ്മൾ യൂസർ സ്റ്റോറീസ് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ ബേസിക്കലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രം മാസ്റ്റർ വരുന്നുണ്ട്, പുള്ളിയാണ് യൂസർ സ്റ്റോറീസ് എല്ലാം ആഡ് ചെയ്ത് ഇത് ചെയ്യും. എപ്പിക്ക് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അതിലേക്ക് നോക്കുക പോലും വേണം. നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുന്ന എപ്പോഴും നല്ല, അങ്ങോട്ട് നോക്കുക വേണ്ട. എപ്പിക്ക് നോക്കണ്ട, ഫീച്ചേഴ്സ് നോക്കണ്ട, നമ്മൾ യൂസർ സ്റ്റോറി ഏതാണോ അത് ചെയ്യും. ഒന്നിൽ കൂടുതൽ എപ്പിക്കുകൾ വേണമെങ്കിൽ ചെയ്യാം. ഒരു പ്രൊജക്ടിന്റെ അടിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ചെയ്യും. പക്ഷെ ഇത് ഒരു റിലവന്റ് ആയിട്ട് വരുന്ന എന്താണെന്ന് വെച്ചാൽ പുള്ളി വന്നിട്ട് എനിക്കൊരു വെബ്സൈറ്റ് വേണം, ഐ നീഡ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആയിരിക്കും ഒരു എപ്പിക്കായിട്ട് വരുന്ന ഒരു മെയിൻ കാര്യം. പിന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിരിക്കും ബാക്കിയുള്ള നമ്മൾ നെയിമിങ്ങും ബാക്കിയുള്ള ഡിവിഷൻ എല്ലാം. എക്സിസ്റ്റിംഗ് ആപ്പിനകത്ത് ഒരു പുതിയൊരു ഫീച്ചർ വരുക, അത് എപ്പിക്കായിട്ട് ആഡ് ചെയ്യാതെ ഫീച്ചറായിട്ട് ആഡ് ചെയ്യാം. അത് നേരെ ഫീച്ചറായിട്ട് ആഡ് ചെയ്യാം. ഇത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തും സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നതിനകത്തുള്ള ഓപ്ഷൻ ഇതിന്റെ അകത്തുണ്ട്. അതായത് എപ്പിക്കിന്റെ താഴെ ഫീച്ചറിന്റെ താഴെ യൂസർ സ്റ്റോറി എന്നുള്ള നിർബന്ധമൊന്നുമില്ല. നമുക്ക് സെപ്പറേറ്റ് ഒരു ഫീച്ചറായിട്ട് ആഡ് ചെയ്യാം, അതിന്റെ താഴെ യൂസർ സ്റ്റോറീസ് ആഡ് ചെയ്യാൻ ചെയ്യും. നിർബന്ധമില്ല എപ്പിക്കുമായിട്ട് കണക്ട് ആണോ എന്നുള്ളത്. പക്ഷെ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു എപ്പിക്ക് ഡിഫൈൻ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഈ പറയുന്ന സിഇഒയോട് നമ്മൾ സംസാരിക്കുന്നു, ഓക്കെ ഇന്ന എപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതിന്റെ താഴെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ സിഇഒയോട് പറയുന്നു ഈ എപ്പിക്കിന്റെ താഴെ ഇത്രയും ഫീച്ചേഴ്സ് ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ കയറി നോക്കാം അതിന്റെ പ്രോഗ്രസ് എന്താ എന്നുള്ള ഒരു കാര്യം. അത്രയും മാത്രം നമ്മൾ സിഇഒയോട് പറയുന്നു. ബാക്കി നമ്മൾ യൂസർ സ്റ്റോറീസ് എന്നോട് നമ്മൾ തന്നെ. ഓക്കെ, അത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സംഭവം. അപ്പം ബേസിക്കലി നമ്മൾ ടാസ്ക് ഈ അജൈൽ വെച്ച് നമ്മൾ ടാസ്കിന് ഇത്ര സമയം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ല. ഇപ്പൊ ഒരു ക്ലയന്റ് വന്ന് നമ്മളോട് ചോദിക്കും ഒരു 6 മാസത്തെ ഒരു വർക്കുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അജൈലാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് 12 സൈക്കിൾ ഉണ്ട്, അതിനുള്ളിൽ വർക്ക് തീർത്തു കൊടുക്കും എന്നാണ് നമ്മൾ സാധാരണ ഒരു ക്ലയന്റിനോട് പറയും സംഭവം. പിന്നെ ഇതിന്റെ ഒരു കോംപ്ലക്സിറ്റിയും ഇത് എത്രത്തോളം നീങ്ങി എന്നുള്ളതിന്റെ ഒരു സ്റ്റാറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഡിഫൈൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന അവരിൽ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അഡാപ്റ്റ് ചെയ്യുവാണല്ലോ അജൈലിലേക്ക്. അപ്പൊ സ്റ്റോറി പോയിന്റ്സ് എന്ന് മാത്രം ആലോചിച്ചാണ് സംഭവം. അത് നമുക്ക് ഒരു ഫീൽ ഗുഡ് ആയിരിക്കും. നമ്മളൊരു ഡെവലപ്പർ എന്നുള്ള രീതിയിൽ ഒരു ടാസ്ക് നമുക്ക് കിട്ടിയേക്കും. അപ്പൊ ഒരു യൂസർ സ്റ്റോറി നമുക്ക് കിട്ടി, നമ്മൾ പറഞ്ഞാൽ എനിക്ക് ഒരു 5 യൂസർ സ്റ്റോറി ഇതിന് വേണം എന്ന് പറയും. അപ്പം നമ്മൾ ആ യൂസർ സ്റ്റോറി തീർക്കും. അപ്പൊ നെക്സ്റ്റ് ടൈം മീറ്റിംഗിൽ ഈ മാനേജർക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഓക്കെ ഓൾറെഡി ഇത്ര വെലോസിറ്റിയിലാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് പറയാൻ മനസ്സിലാവുന്നുണ്ട്. അതായത് യൂസർ സ്റ്റോറിന്റെ ടൈം ഫ്രെയിം ഉണ്ടാവും. ടൈം അല്ല, എത്ര എഫോർട്ട് വരുന്നുണ്ടെന്നുള്ളത് ഒരു നമ്പർ എന്നുള്ള രീതിയിൽ ഇട്ടാണ്. ഇപ്പൊ ഈ ഒരു യൂസർ സ്റ്റോറി എടുക്കുവാണെങ്കിൽ അപ്പം എനിക്ക് ഇതിന്റെ അത് സ്റ്റോറി പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ജനറൽ ഗൈഡ് ലൈൻ പറയാം. അതായത് നമ്മൾ ഒരു സാമ്പിൾ ഒരു വർക്ക് എടുക്കും, അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ അത് ടീമിൽ സംഭവിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് യൂസർ സ്റ്റോറി നമ്പർ ഇടുന്നത് എന്നുള്ളത്.
അപ്പം ആദ്യം തന്നെ നിങ്ങൾ പറയും ഒരു ചെറിയ ടാസ്ക് അര ദിവസം അല്ലെ പെട്ടെന്ന് തീർക്കുന്ന ഒരു ടാസ്കിന് നമ്മൾ ഒന്നിടുവാണെങ്കിൽ ഈ ടാസ്കിന് എത്രയായിരിക്കും നിങ്ങൾ ഇടുന്നതെന്ന് ഇന്റേണലി നിങ്ങൾ സംസാരിച്ച് ചെയ്യുമ്പോൾ ഒരു ഐഡിയ വരികയാണ് സംഭവം എത്രയായിരിക്കും ഇവിടെ ഇല്ല സ്റ്റോറി വരുന്നതെന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഇനി വെയിറ്റേജ് ഇടുന്നത് ഈ ടാസ്കിന്. ഓക്കെ നമ്മൾ കുറെ ടാസ്ക് ഡിഫൈൻ ചെയ്തു, അതിൽ ഏറ്റവും ലീസ്റ്റ് എത്രയാണെന്നുള്ള അതിനൊരു വാല്യൂ, ആ വാല്യൂസ് ബാക്കിയുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. വാല്യൂവിന്റെ ബേസ് അത് എഫോർട്ടാണ്. എഫോർട്ട് ആൻഡ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് നമ്മൾ എത്ര എഫോർട്ട് ഈ സാധനത്തിന് ഇടും. അത് മണിക്കൂർ പോലെ തന്നെ കൂട്ടിയാൽ മതി, പക്ഷെ അത് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് ഒരു പോയിന്റ് പോലെ നമ്മൾ ഇടും. എത്ര എഫോർട്ട് ഇതിനെടുക്കും എന്നുള്ളതാണ് ഈ സ്റ്റോറി തീർക്കാൻ. ഒരു യൂസർ സ്റ്റോറി തീർക്കാൻ എത്ര എഫോർട്ട് എടുക്കും. അതിന്റെ അണ്ടറിൽ 10 15 പേരുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഒരു യൂസർ സ്റ്റോറി തീരാൻ എത്ര എഫോർട്ട് എടുക്കും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ഒരു മീറ്റിംഗ്, നിങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് സ്പ്രിന്റ് പ്ലാനിങ് മീറ്റിംഗ് നടക്കുമ്പോൾ യൂസർ സ്റ്റോറികളെല്ലാം നിങ്ങൾ ഈ ബാക്ക്ലോഗിൽ എടുത്ത് ഈ സ്പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞ് സമ്മതിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും. അപ്പം മാനേജർ ഓരോ സ്റ്റോറി എടുക്കുമ്പോഴും ചോദിക്കും, ഓക്കെ ഇതിന് എത്ര പോയിന്റ് ഇടണം, ഇതിന് എത്ര പോയിന്റ് ഇടണം. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സ്പ്രിന്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഇത്ര പോയിന്റ് നമ്മുടെ കപ്പാസിറ്റി ഉള്ളതെന്ന് മനസ്സിലാവും. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ തന്നെ ഒരു ഐഡിയ കിട്ടും. ബേസിക്കലി ഈ സ്റ്റോറി പോയിന്റ്സ് മാനേജേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഇത് ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് റിലവൻസ് ഉണ്ട്, പക്ഷെ ഈ പറയുന്ന മാനേജർ നോക്കും, ഓക്കെ ഈ പറയുന്ന ഈ ടീം 5 പോയിന്റ് ഫ്രണ്ടിലേക്ക് പോയി, ഈ ടീം 10 പോയിന്റ് ഒരു മാസം പോയി, ഒരു സ്പ്രിന്റിൽ പോയി, അല്ലെങ്കിൽ 10 കമ്മിറ്റ് ചെയ്തായിരുന്നു ആദ്യമേ, പക്ഷെ ഇതിന്റെ അകത്ത് 5 പോയുള്ളൂ. അത് എനിക്ക് അതൊരു ഗ്രാഫ് കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സംഭവിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അത് കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ കേറിയുള്ളൂ, അപ്പം ഇതിന്റെ അത് അത്ര ക്ലിയർ ആയിട്ട് ഇതില്ല. പക്ഷെ ഈ ഒരു ചാർട്ട് ആയിരിക്കും മെയിൻ ആയിട്ട് മാനേജേഴ്സ് ഒക്കെ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇത് നമ്പർ ഓഫ് ഈ പറയുന്ന ടാസ്ക് ആണ് കാണിക്കുന്നത്, പക്ഷെ ഒരു ബേസിക് ഐഡിയ എങ്ങനെയാണ് സംഭവം. അപ്പൊ അതിന്റെ അകത്ത് ഈ പറയുന്ന സ്റ്റോറി പോയിന്റ്സ് റിലവന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് തോന്നുന്നത്. അപ്പൊ ഓൺ ദ റണ്ണില് ഞാൻ വേണമെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗിൽ എന്റെ കൂടെ ഇൻപുട്ട് ഇടാം. ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഒരു ടാസ്ക് ഇടുമ്പോൾ എൻഡ് ഡേറ്റ് ആണ് അവിടെ അതെ, ടാസ്ക് ഇതെങ്ങനെ ഇതിനകത്തോട്ട് ഒരു എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതെല്ലാം നിങ്ങൾ സ്പ്രിന്റ് എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങണം. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു യൂസർ സ്റ്റോറി ഒരു ടാസ്ക് ഉണ്ട്, ഒരു ടാസ്ക് മാത്രമായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഒരു യൂസർ സ്റ്റോറി എഴുതിയിട്ട് അത് ഈ ടാസ്കിന്റെ അടിയിൽ അറ്റാച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് പറയാ ഞങ്ങൾ ഒരു സ്പ്രിന്റ് തുടങ്ങുവാണ്, 2 ആഴ്ച കഴിയുമ്പോൾ ഈ യൂസർ സ്റ്റോറി ടാസ്ക് തീരും എന്ന് പറയും. 2 ആഴ്ച ഈ സ്പ്രിന്റ് കഴിയുമ്പോൾ തീരും. അങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. ഡെവലപ്പേഴ്സിന് എളുപ്പം, നമ്മുടെ മാനേജേഴ്സിന് എളുപ്പം, എല്ലാവർക്കും എളുപ്പം. കാരണം അല്ലെങ്കിൽ ഇതിനൊരു നമ്മുടെ ആദ്യം പറഞ്ഞ വാട്ടർഫോൾ മെത്തേഡിലേക്ക് പോകും സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റക്കായി പോകും. ഇതിപ്പം നമുക്ക് ഓൾറെഡി 2 ആഴ്ച മുമ്പേ അറിയാം എന്താ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിന്റെ ഇടയിൽ ഡെമോ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെമോ കൊടുക്കുന്നതിന് ഒരു പ്രശ്നമായി സംഭവം. അതിനൊരു സെപ്പറേറ്റ് മീറ്റിംഗ് സ്കെഡ്യൂൾ ചെയ്തിട്ട് അവർക്ക് ഒരു ഡെമോ യൂസർ സ്റ്റോറി തീർന്നേ. അത് നമ്മുടെ കൺവീനിയൻസ്, നമ്മുടെ എങ്ങനെയാണോ നമ്മൾ ക്ലയന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യും. അതായത് പഴയ സ്പ്രിന്റിന്റെ ഒരു ബഗ് വന്നു. അങ്ങനെയാണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അത് അടുത്ത സ്പ്രിന്റ് വരെ വെയിറ്റ് ചെയ്തു, അത് അവരോട് നെഗോഷിയേറ്റ് ചെയ്യണം. ഓൾറെഡി ഞങ്ങൾ ഒരു സ്പ്രിന്റ് ഓടിക്കൊണ്ടിരിക്കുവാണ്, അതിന്റെ ഇടയിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അസൈൻ ചെയ്തേക്കുന്നതിനകത്ത് പ്രശ്നം വരും എന്ന് പറഞ്ഞു. അവിടെയാണ് ഒരു നെഗോഷിയേഷൻ വരുന്നത്. ഈ പ്രൊഡക്റ്റ് ഓണറുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തത്. അതല്ല, അത് എന്തെങ്കിലും ഫ്ലോ ബ്രേക്ക് ചെയ്യുന്നതിനെ കൊണ്ട് ബഗ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് നമ്മൾ അതിന്റെ റെലവൻസ് അനുസരിച്ച് അത് ഈ പറയുന്ന യൂസർ സ്റ്റോറി ഇതിലേക്ക് ആഡ് ചെയ്യണം ഇപ്പോഴത്തെ സ്പ്രിന്റില്. എന്നിട്ട് ഈ ഓൾറെഡി ടാസ്ക് കിടപ്പുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത സ്പ്രിന്റിലേക്ക് മാറ്റി വെക്കും. എല്ലാം ഒരു സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ കാണും. ഒരു സ്പ്രിന്റ്. കാരണം എന്നാലും നമുക്കും ഡെവലപ്പർ എന്നുള്ള രീതിയിൽ നമുക്കും ഒരു സ്പേസ് കിട്ടത്തുള്ളൂ, ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ്. അത് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സ്പീഡും കൂട്ടിയും കുറച്ചും ചെയ്യാം.
അതായത് ഇന്ന് രാവിലെ വന്നിട്ട് നാളത്തേക്ക് എനിക്ക് ഒരു ടാസ്ക് തീരണം, 12 മണിക്ക് ഡെമോ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് റെലവൻസ് ഇല്ല. പക്ഷെ അടുത്ത തവണ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു മീറ്റിംഗ് കൂടി 2 ആഴ്ചത്തേക്കുള്ള യൂസർ സ്റ്റോറി എല്ലാം ക്ലീൻ ആക്കി ആഡ് ചെയ്ത് വെച്ച് പിന്നെ ഈ 2 ആഴ്ച കഴിഞ്ഞു ഈ പറയുന്ന മാനേജർ ക്ലയന്റിന് ഒരു ഡെമോ കൊടുത്തു, എന്നിട്ട് അടുത്ത സ്പ്രിന്റ് പ്ലാനിങ് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഭംഗിക്ക് നമുക്ക് ആ പ്രോസസ് ഫ്രണ്ടിലേക്ക് ഉണ്ടാവും. അതാണ് എന്റെ ഒരു ഐഡിയ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഡൗട്ടാണോ? Alright, thank you guys. Okay, thanks. Thank you for that. സ്റ്റോപ്പ് ഷെയറിംഗ് അടിക്കുന്നു. ലീവ് ചെയ്താൽ മതി.